കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു, എൻ്റെ കൂടെ ഹായ്, ഞാൻ നിങ്ങളുടെ കാവ്യ മാധവൻ, ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ. കാവ്യ, ഏറ്റവും നല്ല ഒരു റൊമാൻറ്റിക് കോ സ്റ്റാർ അല്ലെങ്കിൽ റൊമാൻറ്റിക് നായകനാരാ? ഏറ്റവും നന്നായിട്ട് ആരാ ഈ റൊമാൻസ് സ്ക്രീനിൽ പ്ലേ ചെയ്യുന്നത്? കുറെ പേരുണ്ട്. ഞാൻ അഭിനയിച്ച ഫിലിംസിൽ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ട് എനിക്ക് തോന്നിയത് മീശ മാധവനാണ്. മീശ മാധവനിലെ റൊമാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു റൊമാൻസ് ആയിരുന്നു. എനിക്കത് നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്, ഭയങ്കര രസത്തിലുള്ള റൊമാൻസ്. അത് ഒന്നാമത് എടുത്തിരിക്കുന്ന രീതിയും പിന്നെ അതിലെ പാട്ടുകളും പിന്നെ അതിലത്തെ ഇവര് തമ്മിലുള്ള സീൻസ് ആണെങ്കിൽ എനിക്കിപ്പോഴും ആ ഒരു സോറി പറയുന്നൊരു കരിമിഴി കുരുവിയെ കണ്ടില്ല എന്നുള്ള പാടിന് തൊട്ട് മുന്നേ സോറി പറയുന്നൊരു സീനുണ്ട്. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രണയമാണ്. അതെ, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കിപ്പോൾ ഒരു മെസ്സേജ് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് അയക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെന്ന് എനിക്കറിയാട്ടോ. നമ്പർ 567678, ഫോർമാറ്റ് ക്ലബ് സി സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM, കാരണം ഇവിടെ മാത്രമുണ്ട് റീനു, കാവ്യ മാധവൻ, പിന്നെ 10 കണക്കിന് ലവ്, 10 കണക്കിന് റൊമാൻസ്. ചില സിനിമകളിലെ പ്രണയങ്ങൾ കാണുമ്പോൾ നമുക്ക് വല്ലാതെ സങ്കടം വരും. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീനുവിൻ്റെ കൂടെ കാവ്യ മാധവനും ഉണ്ട്. കാവ്യ, അങ്ങനെ കാവ്യയുടെ തന്നെ സിനിമകളിൽ സങ്കടം വരുന്നൊരു പ്രണയം ഏത് സിനിമയിലായിരുന്നു? സങ്കടം വരുന്ന പ്രണയം ചന്ദ്രനുദിക്കുന്ന ദിക്കിലെ പ്രണയമാണ്. ഒരു എന്താ പറയുക, നല്ല എൻഡിങ് അല്ലല്ലോ അതിനകത്ത്. അല്ലല്ലോ, അങ്ങനെയുള്ള പ്രണയം നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു അവസ്ഥയാണ് അതിനകത്ത്. പിന്നെ അത് എപ്പോഴും മനസ്സിൽ നിൽക്കും. ഇഷ്ടപ്പെട്ട ആളെ ചിലപ്പോ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ കുറച്ചാൾ കഴിയുമ്പോ ആ ഒരു ഇഷ്ടമൊക്കെ പോകുമെന്ന് പറയും ആൾക്കാര്. അതറിയില്ല, അല്ല ഇതല്ലേ കൂടുതൽ അടുത്ത് കാണുന്നത്. അതെ അതെ, നഷ്ടപ്രണയത്തിന് എന്നും വേദനയാണ്, കിട്ടില്ല എന്ന് ഓർത്തിട്ടില്ല പ്രണയം. അതെ അതെ, അപ്പൊ അത് എനിക്ക് ചന്ദ്രനുദിക്കുന്ന ദിക്കിലെ പ്രണയം ഭയങ്കര ഇഷ്ടമാണ്. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഇപ്പൊ ഏത് പാട്ടാ വരുന്നതെന്ന് അറിയോ? ചന്ദ്രനുദിക്കുന്ന ദിക്കിലെ ഒരു റൊമാൻറ്റിക് ട്രാക്ക്. സ്റ്റേ ട്യൂൺഡ് ഫോർ 10 കണക്കിന് റൊമാൻസ് വിത്ത് റീനു ആൻഡ് കാവ്യ മാധവൻ. ഒരുപാട് സിനിമകളിൽ പ്രണയം അഭിനയിക്കാൻ അവസരം കിട്ടിയ ഒരു ഭാഗ്യവതിയാണ് കാവ്യ മാധവൻ. അത് മനോഹരമായ പ്രണയങ്ങൾ. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ എൻ്റെ അടുത്ത ചോദ്യമാണ്, കാവ്യക്ക് പിന്നെ ഇഷ്ടപ്പെട്ടൊരു പ്രണയം ഏതാ കാവ്യയുടെ തന്നെ സിനിമകളിൽ? ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എനിക്ക് ഡാർലിംഗിലെ ഒരു പ്രണയം പരസ്പരം കാണാതെ ഇഷ്ടപ്പെട്ടിട്ട് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പറ്റില്ല ആ സിനിമ. കാരണം ഇന്നിപ്പോ ഒരിക്കലും പരസ്പരം കാണാതെ രണ്ടാൾക്കാർ പ്രണയിക്കുന്നു എന്നുള്ളതിന് സോഷ്യൽ നെറ്റ്വർക്കൊക്കെ ഇത്രയധികം നമ്മളെ ഭരിക്കാൻ തുടങ്ങി ശരിക്കും പറഞ്ഞ സോഷ്യൽ നെറ്റ്വർക്കൊക്കെ. അപ്പോൾ പരസ്പരം കാണാതെ ഉള്ളൊരു പ്രണയം ഇന്നുണ്ടാവില്ല. ഡാർലിംഗിലെ പ്രണയം അന്നൊരു ഭയങ്കര രസമുള്ള പ്രണയമായിരുന്നു. അല്ല, അത് ഈ കാണാത്ത ആളെ പ്രണയിക്കുന്നതിൽ ഭയങ്കര ഒരു മിസ്റ്ററി ഉണ്ടല്ലോ, ആ ഒരു പ്രണയത്തിന് രസം. കാണാതെ കാത്തിരുന്നിട്ട് അവസാനം അയാളെ കിട്ടുമ്പോൾ അതിനൊരു മധുരമുണ്ട്. സ്റ്റേ ട്യൂൺഡ് ഫോർ 10 കണക്കിന് റൊമാൻസ്. ചില സിനിമകൾ നമ്മുടെ തന്നെ ജീവിതങ്ങളാണ്, അതിലെ പ്രണയങ്ങളെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടും. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീനു കാവ്യയുടെ അടുത്ത് ചോദിക്കുക, കാവ്യയുടെ തന്നെ സിനിമകളിൽ പിന്നെ ഒരുപാട് ടച്ച് ചെയ്ത ഒരു റൊമാൻറ്റിക് സിനിമ ഏതാ? സദാനന്ദന്റെ സമയം ഭർത്താവായിട്ടുള്ള ഭയങ്കര അത് പ്രണയം എന്നല്ല, ഒരു ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ കഥയായിരുന്നു സദാനന്ദന്റെ സമയം. പിന്നെ അതേപോലെ മെഴിരണ്ടിലെ പ്രണയം എനിക്കിഷ്ടമാണ്. കാരണം ഈ ഡോക്ടറോടുള്ള പ്രണയം, അയാൾ മരിച്ചു എന്ന് അറിയുന്ന നിമിഷത്തില് സമനില തെറ്റിപ്പോകുന്ന ഒരു പാവം പിടിച്ചൊരു പെൺകുട്ടിയുടെ പ്രണയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കാവ്യ, ഇങ്ങനെ പാവം പിടിച്ച പെൺപിള്ളേരെ എപ്പോഴും പറ്റിക്കാൻ എളുപ്പം, അവർക്ക് ഒരുപാട് വിഷമങ്ങളും സഹിക്കേണ്ടി വരും. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഇപ്പോൾ സദാനന്ദന്റെ സമയത്തിലെ ഒരു പാട്ട്. സ്റ്റേ ട്യൂൺഡ് ഫോർ 10 കണക്കിന് റൊമാൻസ് വിത്ത് റീനു ആൻഡ് കാവ്യ. ഇവിടെ മാത്രം 10 കണക്കിന് ലവ്, 10 കണക്കിന് റൊമാൻസ്.